മെഡിസ്വാപ്പ് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാരിന്റെ ഈ നീക്കം പിൻവലിക്കണമെന്ന് കേരള NGO സംഘിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. രാജേഷ് സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധം പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് S. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ട പ്രഖ്യാപനത്തിലും സർക്കാർ വിഹിതം ഉൾപ്പെടുത്താതെ ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് S. രാജേഷ് ആരോപിച്ചു. പാനൽ ചെയ്ത ആശുപത്രികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതും ചികിത്സ ഉറപ്പുവരുത്താതെയും പണം പിടിച്ചെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് പിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം S. ഗിരീഷ്, സംസ്ഥാന സമിതി അംഗം അനീഷ്, ജില്ലാ സെക്രട്ടറി M. രാജേഷ്, ജില്ലാ ട്രഷറർ MR. രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ആ തുക 6000-ൽ നിന്നും 9720 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രതിമാസ വിഹിതം 310 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അടിച്ചേൽപ്പിയാണ് ഈ സർക്കാർ നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ സർക്കാർ ജീവനക്കാരെ ആ മെഡിസെപ്പ് പദ്ധതിയിൽ സർക്കാർ ജീവനക്കാരുടെ വിഹിതം പിടിച്ചെടുക്കാൻ ഒരു നിർബന്ധിത പണപ്പിരിവിന് ഇടത് സർക്കാർ തയ്യാറായ കാഴ്ചയാണ് നാം കാണുന്നത്. നമുക്കറിയാം, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് 2 വർഷം മുമ്പ്. ആ പദ്ധതിയിൽ സർക്കാർ വിഹിതമില്ല. സർക്കാർ വിഹിതമില്ലാത്ത പദ്ധതി എങ്ങനെ സർക്കാർ പദ്ധതിയാകും? ഇത്തരത്തിൽ ഒരു സർക്കാരിന്റെ പദ്ധതിയായി നടപ്പിലാക്കിയ മെഡിസെപ്പിൽ സർക്കാരിന്റെ നയാ പൈസയില്ല. ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു കൊടുത്ത് ഒരു ഇടനിലക്കാരന്റെ റോള് വഹിക്കുന്ന ഈ സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനത്തിലൂടെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട് ക്ഷാമബദ്ധയുൾപ്പെടെ ജീവനക്കാരന് ലഭ്യമാകാനുള്ള മുഴുവൻ തുകയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു നിർബന്ധിത പണപ്പിരിവിനാണ് ഇടത് സർക്കാർ തയ്യാറായിരിക്കുന്നത്.